തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി കഴിഞ്ഞു. ഇന്ന് കൊട്ടിക്കലാശമാണ്. പ്രചരണമെല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് കൊട്ടിക്കലാശത്തിലേക്ക് പോയിരിക്കുകയാണ്. മാടായി പഞ്ചായത്തിന്റെ LDF പ്രചരണ റാലി, തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയാണ് പുറകെയുള്ളത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അണിനിരന്നിട്ടുണ്ട്. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ്. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. വിജയപ്രതീക്ഷ ഉണ്ടോ? ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? പുതിയങ്ങാടി ഡിവിഷനിൽ നിന്ന് കല്യാശ്ശേരി ബ്ലോക്കിലേക്ക്. പേര് ഷൈനി, കിയച്ചാല് 6ാം വാർഡില്. പേര് അനിത, പഞ്ചായത്ത് 1ാം വാർഡ്. മണി പവിത്രൻ 7ാം വാർഡിൽ മത്സരിക്കും. നിലവിൽ മെമ്പറാണ്. അതെ. പങ്കജവല്ലി 5ാം വാർഡിൽ എടുത്തില്ല. 4ാം വാർഡ് മെമ്പർ സപ്ന പി വി അയൽവാസി നക്ഷത്രമാണ്. 3ാം വാർഡ് 21ാം വാർഡിൽ 2ാം വാർഡ് MK ശിവപ്രസാദ്. അപ്പോ LDF നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് വലിയൊരു വിജയപ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ്. എത്രത്തോളം ഉണ്ട്? അതായത് ഈ ഒരു UDFന്റെ ഒരു കോട്ടയാണ് മാടായി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണ എങ്ങനെയാണ് മാടായി പഞ്ചായത്ത് ചുവക്കോ? എന്താണ് പറയാനുള്ളത്? മാടായി പഞ്ചായത്തിൽ UDFന്റെ കോട്ടയെല്ലാം പൊളിയോ ഇത്തവണ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ പ്രചരണ ഘട്ടത്തിൽ മുഴുവൻ ഈ നാട്ടുകാർ മുഴുവൻ വളരെ വലിയ നിലയിലുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണിയിൽ അർപ്പിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് ഈ കാലമത്രയും മാടായി പഞ്ചായത്ത് ഭരിച്ച UDF, അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നിട്ടുള്ള സഖ്യം നാടിനെ വികസന മുരടിപ്പിലേക്കാണ് നയിച്ചത്. അതോടൊപ്പം തന്നെ മാടായി പഞ്ചായത്ത് ഭരണാധികാരികൾ അഴിമതി നടത്തുന്നവരായി ഈ നാട്ടിൽ ശരിയായ നിലയിൽ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതോടൊപ്പം ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വളരെ വലിയ വീഴ്ചയാണ് നമ്മുടെ മാടായി പഞ്ചായത്ത് ഭരണസമിതിക്ക് സംഭവിച്ചത്. എല്ലാ പദ്ധതികളും ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതികളായ ലൈഫ് പദ്ധതി ശരിയായ നിലയിൽ നടപ്പിലാക്കിയില്ല. യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടിന് 4 ലക്ഷം രൂപ വെച്ച് ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആ 4 ലക്ഷം രൂപ വെച്ച് ഗവൺമെന്റ് നൽകിയതിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ മാടായി പഞ്ചായത്ത് ഭവനം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ഭൂരിപക്ഷം പേർക്കും വീട് നിർമ്മിച്ചു നൽകാൻ ഗവൺമെന്റ് വായ്പ അനുമതി കൊടുത്തിട്ടുണ്ട്. വായ്പ എടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ആ വായ്പ എടുത്ത് മറ്റുള്ളവർക്കും വീട് നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ വായ്പയും വായ്പയുടെ പലിശ അടക്കമുള്ള തുകയും ഗവൺമെന്റ് അടച്ചു തീർക്കുമെന്ന ഉറപ്പ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു മുൻകൈ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാടായി പഞ്ചായത്ത് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിലും വീട് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതി ശരിയായ നിലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി മാടായി പഞ്ചായത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള വികസനത്തിൽ വലിയ പോരായ്മ സംഭവിച്ചിരിക്കുകയാണ്. കാരണം നാട്ടിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് നീക്കുന്നതിന് തോടുകൾ ശുചിയാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. പക്ഷേ തോടുകൾ ശുചിയാക്കാത്തത് കാരണം തന്നെ നാട്ടിൽ മുഴുവൻ വെള്ളക്കെട്ടും മറ്റു മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്ന സ്ഥിതിയാണ് പൊതുവിൽ മാടായി പഞ്ചായത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏത് മേഖലയെടുത്ത് നോക്കിയാലും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാത്തൊരു പഞ്ചായത്താണ് മാടായി പഞ്ചായത്ത്. അതായത് പ്രാദേശിക റോഡുകളുടെ വികസനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രാദേശിക റോഡുകൾ ഈ കാലയളവ് എവിടെയും വികസിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം റോഡ് മെയിൻ്റനൻസിനായി ഗവൺമെന്റ് ധാരാളം പണം പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ഉപയോഗിച്ചില്ല. പല റോഡുകളും ഗ്രാമീണ റോഡുകൾ പലതും തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നമുക്ക് മാടായി പഞ്ചായത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തെരുവുവിളക്കുകളാണെങ്കിൽ എവിടെയും ഇല്ല. കാരണം തെരുവുവിളക്കുകൾക്ക് കഴിഞ്ഞ ബജറ്റിൽ തന്നെ 46 ലക്ഷം രൂപയാണ് മാടായി പഞ്ചായത്ത് നീക്കിവെച്ചത്. ആ 46 ലക്ഷം രൂപ ഉപയോഗിച്ചിരുന്നു എങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും തെരുവുവിളക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ തുക ഉപയോഗിച്ചില്ല. അതോടൊപ്പം പട്ടികജാതി മേഖലയിൽ ഗവൺമെന്റ് അനുവദിച്ച തുക പോലും യഥാർത്ഥത്തിൽ ചെലവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാടായി പഞ്ചായത്തിന് കഴിഞ്ഞില്ല. പട്ടികജാതി കുടുംബങ്ങൾ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠന റൂമുകൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. പക്ഷെ വളരെ ദുർലഭമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പഠനമുറി കിട്ടിയത്. അപ്പോ ആ മേഖലയിൽ പോലും തുക ചെലവാക്കുന്നതിന് വേണ്ടി മാടായി പഞ്ചായത്തിന് കഴിഞ്ഞില്ല. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് മാടായി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പരിഗണനയും മാടായി പഞ്ചായത്ത് നൽകിയില്ല.
ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ കോടിക്കണക്കിന് രൂപ മാടായി പഞ്ചായത്ത് ചെലവഴിക്കാം. ഇപ്പോ നമ്മുടെ ചൂട്ടാട് പുലിമുട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം കടൽ തീര സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് വേണ്ടി ഇപ്പോ 16 കോടി രൂപയാണ് ഇപ്പോ ഗവൺമെന്റ് അനുവദിച്ച തീര സംരക്ഷണം നടത്തുന്നതിന്റെ കടൽ ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചു. ഇങ്ങനെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേരള ഗവൺമെന്റ് വലിയ നിലയിൽ തുക ചെലവഴിക്കുമ്പോൾ മാടായി പഞ്ചായത്ത് കഴിഞ്ഞ ബജറ്റിൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ആകെ നീക്കിവെച്ചത് കേവലം 8 ലക്ഷം രൂപയാണ്. അപ്പൊ ഇനി LDF ജയിക്കുകയാണെങ്കിൽ ഒരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ്? എന്തായാലും LDF മാടായി പഞ്ചായത്തിന്റെ ഭരണത്തിലേറിയാൽ ഈ ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാവും. ഇപ്പൊ എല്ലാ മേഖലയിലും വികസന മുരടിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനായി നടപ്പിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാടായി പഞ്ചായത്തിന്റെ പ്രചരണ റാലി 2 ഭാഗങ്ങളിലായാണ് നടക്കുന്നത്. അതായത് പടിഞ്ഞാറൻ മേഖലയിലുള്ള റാലി പഴയങ്ങാടി ടൗണിലും ഇപ്പോഴത്തെ ഭാഗത്ത് വടക്ക് കിഴക്ക് മേഖലയിലുള്ള റാലി ഇപ്പൊ വെങ്ങരയിലുമാണ് നടക്കുന്നത്. മാടായി പഞ്ചായത്തിൽ 2 റാലിയായിട്ടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ LDF നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഈ മാടായി പഞ്ചായത്തിന്റെ ഭരണത്തിൽ മാറ്റമുണ്ടാവും എന്നുള്ളതാണ്. ഇത്തവണ LDF തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ്. മാടായി പഞ്ചായത്ത് ചുമക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയാണ്, മാടായി പഞ്ചായത്തിന്റെ പ്രചരണ റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യക്ഷോഭത്തിനോടൊപ്പം ശരിവരാജൻ കണ്ണൂർ.